Hello guys, Assalamualaikum. Welcome back to our channel Anwa's Kitchen Lab. അപ്പോൾ നമുക്ക് ഇന്ന് ഒരു അടിപൊളിയായിട്ടുള്ള പിസ്സ ട്രൈ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് പിസ്സക്ക് കുഴച്ച് വെക്കണം. അപ്പോൾ അതിന് ആദ്യം ഈസ്റ്റ് ഒന്ന് ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് ഒരു 2 ടീസ്പൂണ് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഈസ്റ്റ് ഡ്രൈ ഈസ്റ്റാണ്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വാം വാട്ടർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വാം വാട്ടർ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക, കാരണം നമ്മുടെ ഈസ്റ്റ് പെട്ടെന്ന് തന്നെ ആക്റ്റീവായി വരണമെങ്കിൽ വാം വാട്ടർ തന്നെ വേണം. ഇനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതൊന്ന് അടച്ച് വെച്ചൊന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് വെക്കാം. ആ ഒരു സമയം കൊണ്ട് വേറൊരു ബൗളിലേക്ക് നിങ്ങൾക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി മൈദയിൽ ഞങ്ങൾക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ചേർത്തെടുക്കാം. ഒലീവ് ഓയിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ അങ്ങനെ ഏത് ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ പിസ്സൻ്റെ മെയിൻ ആയിട്ടുള്ളത് ഒലീവ് ഓയിലാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഉപ്പ് ചേർത്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈസ്റ്റൊക്കെ ഇവിടെ ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. ഈ ഒരു മിക്സ്ചർ നമ്മുടെ മാവിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുഴച്ചെടുക്കാൻ ആവശ്യമായ വെള്ളം കുറച്ചായി ചേർത്തിട്ട് നല്ലൊരു മാവ് രൂപത്തിൽ ഞങ്ങൾക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഒരു സ്റ്റിക്കി ആയിട്ടുള്ള ഈ ഒരു രൂപത്തിലായിരിക്കണം. എന്നാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ മാവ് ഇങ്ങനെ പ്രൂഫ് ചെയ്യാൻ വെക്കുമ്പോൾ പൊങ്ങി വരും കേട്ടോ. ഞങ്ങൾക്കൊരു ടവൽ വെച്ച് അടച്ചിട്ടൊന്ന് പ്രൂഫ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 മണിക്കൂർ വെക്കാം. ഈ ഒരു ടൈം കൊണ്ട് ഞങ്ങൾക്ക് 3 തക്കാളി, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും, 3 അള്ളി വെളുത്തുള്ളിയും, ഒരു ഉള്ളിയും ഞങ്ങൾക്കൊന്ന് പകുതി വെള്ളത്തിലൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 250 ഗ്രാം ഉണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തെടുക്കാം. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്തെടുക്കാം. പിന്നെ കുറച്ചൊരു 1/4 ടേബിൾ സ്പൂണ് ഗരം മസാലയും ഒരു പെഞ്ച് മഞ്ഞൾ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പച്ചക്കറിയൊക്കെ ഇവിടെ നന്നായി ബോയിലായി വന്നിട്ടുണ്ട്. ഞങ്ങൾക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ തക്കാളീൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഞാനിവിടെ വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഈ പച്ചക്കറിയൊക്കെ ഒരു മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് ഞങ്ങൾക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരു പാൻ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇതിലേക്ക് ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടിപ്പുറത്തെ ബെല്ലൈക്കണിലുള്ള ഓൾ ഓപ്ഷൻ കൂടെ കേട്ടോ. ഇനി ഞങ്ങൾക്ക് ഓയിലിലേക്ക് ഒരു 5 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്തെടുക്കാം. പിന്നെ ഒരു ടീസ്പൂണ് ജീരകവും. അപ്പോൾ ഉള്ളിയും ജീരകവും നന്നായിട്ടൊന്ന് പൊരിഞ്ഞ് വന്ന് അതിലേക്ക് ഇപ്പോൾ അരച്ചെടുത്തിട്ടുള്ള പച്ചക്കറികളൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു 1/2 ടേബിൾ സ്പൂണ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഒരിഗാനോവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തെടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടേബിൾ സ്പൂണ് പഞ്ചസാര കൂടെ ചേർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഉപ്പൊക്കെ ബാലൻസ് ആയി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് നമ്മുടെ സോസ് ഒന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ പിസ്സ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതിൻ്റെ ചൂടൊക്കെ ചെറുതായിട്ട് ആറിയാൽ വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. പിസ്സ സോസ് ഒരാഴ്ച വരെ ഫ്രിഡ്ജിൽ കേടുകൂടാതെ തന്നെ സൂക്ഷിക്കാൻ പറ്റും. ഇനി ഞങ്ങൾക്ക് അതേ പാനിൽ ഓയിൽ ഒഴിച്ചിട്ട് നമ്മുടെ ഇപ്പോൾ മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചിക്കനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഞാൻ 3 കളറുള്ള ക്യാപ്സിക്കം നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. യെല്ലോ, റെഡ്, ഗ്രീൻ കളറാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് 3 നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കനും ഇവിടെ ഫ്രൈ ആയി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് നമ്മുടെ ഡോ ഇവിടെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഡോ ഇവിടെ നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇതൊന്നുകൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. പിന്നെ ഞാനിവിടെ ടേബിൾ ടോപ്പിൽ കുറച്ച് മൈദ ഒന്ന് തൂവി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മുടെ ഈ ഒരു ഡോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. പിന്നെ ഞാനിവിടെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്.
ഇനി ഇതുപോലെ ഞങ്ങൾക്കൊന്ന് റോൾ ചെയ്തിട്ട് ഈക്വൽ പാർട്സ് ആയിട്ട് ഞങ്ങൾക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഈ പാത്രത്തിലാണ് പിസ്സ ആക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ പാത്രം നന്നായിട്ട് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആ ഒരു ബോളാക്കി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് കൈവച്ചിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഇനി ഈ ഒരു പരത്തിയിട്ടുള്ള മാവ് ഞങ്ങൾക്ക് ഈ ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിന് ശേഷം സൈഡൊക്കെ ഞങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ബോട്ടറിന് കണക്കായിട്ട് ചുറ്റും ഞങ്ങൾക്ക് മൊസറല്ല ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഞങ്ങൾക്ക് ആ ഒരു സൈഡ് ഒന്ന് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ബേസിൻ്റെ ഇതുപോലെ ഞാൻ ഫുള്ളായിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുഭാഗത്തായിട്ട് ഞങ്ങൾക്ക് ഫോർക്ക് ഉപയോഗിച്ചിട്ടൊന്ന് കൊത്തി കൊടുക്കാം. അതിന് ശേഷം പിസ്സ സോസ് ആ ഒരു നടുഭാഗത്തായിട്ട് ഫുള്ളായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞങ്ങൾക്ക് കുറച്ച് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിവിടെ 3 കളറിലുള്ള ക്യാപ്സിക്കം നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് മുഴുവനായിട്ട് വെച്ചെടുക്കാം. പിന്നെ ഞാനിവിടെ ഉള്ളിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നീളത്തിലായിട്ട്. അതിന് ശേഷം ഇതിൽ നമ്മളിപ്പോൾ ഫ്രൈ ചെയ്തിട്ടുള്ള നമ്മുടെ ചിക്കൻ വെച്ച് കൊടുക്കാം. അതിന് ശേഷം ഒന്നുകൂടെ നമ്മുടെ മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ചീസി ആയിട്ടുള്ള പിസ്സ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ചീസി വേണമെങ്കിൽ കുറച്ചും കൂടെ അധികമായിട്ട് മൊസറല്ല ചീസ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നമ്മളിവിടെ ഓവനൊന്നും ഇല്ലാതെയാണ് പിസ്സ തയ്യാറാക്കി എടുക്കുന്നത്. അതുകൊണ്ട് ഞാനിവിടെ ഒരു പാത്രം ഒരു 10 മിനിറ്റോളം പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊരു സ്റ്റാൻഡ് വെച്ചിട്ട് നമ്മളിപ്പോൾ വെച്ചിട്ടുള്ള പിസ്സൻ്റെ പാനൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. ഞങ്ങളുടെ ഒരു പിസ്സ ഒക്കെ നന്നായിട്ട് വെന്ത് കയറുന്ന വരെ ഞങ്ങൾക്ക് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ പിസ്സ ഇവിടെ 45 മിനിറ്റ്സ് കൊണ്ട് റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് കഴിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇതെന്തായാലും ട്രൈ ചെയ്തേക്കണം. നല്ല ചീസിയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയ റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതിലേക്കും സ്റ്റേ ട്യൂൺഡ്. അസ്സലാമു അലൈക്കും.